ഹായ് ഫ്രണ്ട്സ്, മഴതോരം മുമ്പേ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ സ്റ്റാൻലി ജോസഫിന്റെ കൈകളിൽ ഏൽപ്പിച്ചതിന് ശേഷമുള്ള ഒരു എപ്പിസോഡിന്റെ സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. സ്റ്റാൻലി ജോസഫാണ് അലീനയുടെ പപ്പ എന്നുള്ള വിവരം അറിയിച്ചുകൊണ്ട് തന്നെയാണ് അലീനയെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് കൊണ്ടാക്കുന്നതും. എന്നാൽ സ്റ്റാൻലി ജോസഫ് ഒരു പട്ടാളക്കാരന്റെ ഗൗരവത്തോടെ തന്നെയാണ് അലീനയോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. തന്റെ അച്ഛൻ ആരാന്ന് അറിയണമെന്നും അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നൊക്കെ അലീന ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. അലീനയ്ക്കാകട്ടെ തൻ്റെ അച്ഛൻ സ്റ്റാൻലിയുടെ സ്വഭാവം ഒട്ടും തന്നെ അങ്ങോട്ടേക്ക് ഇഷ്ടമാവുന്നുമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് തന്നെ അലീനയ്ക്ക് ആ നിമിഷം തോന്നിപ്പോകുന്നുണ്ട്. ഇതിലും ഭേദം കടപ്പാട്ടൊരു വീടായിരുന്നു എന്ന് അലീന ആ സമയത്ത് ചിന്തിക്കുകയാണ്. എന്നാൽ സ്റ്റാൻലിക്ക് അലീനയോട് യാതൊരു തരത്തിലുള്ള ദേഷ്യവും ഇല്ല. അലീനയെ ആദ്യമായി അയാൾ കണ്ട നിമിഷം തന്നെ ബാലചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീന തൻ്റെ അമ്മച്ചിയെ പോലെ തന്നെയാണ്. അതേ രൂപവും അതേ നോട്ടവും അതേ സംസാരവും ഒക്കെയാണെന്ന്. അതുകൊണ്ട് അലീനയോട് അയാൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അലീന തൻ്റെ സ്വന്തം മകളാണെന്ന് മറ്റുള്ളവർ അറിയുമ്പോഴുണ്ടായേക്കാവുന്ന നാണക്കേടും കുറ്റപ്പെടുത്തലുകളും ചോദ്യങ്ങളും ഒക്കെയാണ് അയാൾ ഭയക്കുന്നത്. ഒരു പട്ടാളക്കാരൻ്റെതായ എല്ലാ ശൗര്യവും അയാളുടെ സ്വരത്തിലും അയാളുടെ ഭാവത്തിലും നിറഞ്ഞു നിന്നിരുന്നു. പതിയെ പതിയെ അലീന ആ വീടുമായും ആ വീട്ടിലുള്ളവരുമായും പൊരുത്തപ്പെടാൻ തുടങ്ങുകയാണ്. കാരണം അലീന തൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് ഇത്രയും നാളും കണ്ടിരുന്നത് ബാലചന്ദ്രനെയാണ്. അച്ഛൻ മുന്നിൽ ഒന്നും കാണാതെ ഇങ്ങനൊരു തീരുമാനം എടുക്കില്ലെന്നും ഈ തീരുമാനത്തിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അലീന ഉറച്ചു വിശ്വസിക്കുന്നു. പതിയെ പതിയെ ആ വീടുമായി പൊരുത്തപ്പെടാൻ അവൾ മനസ്സുകൊണ്ട് പ്രാപ്തിയാവുകയാണ്. അങ്ങനെ സ്റ്റാൻലി ജോസഫുമായും അവൾ പതിയെ പതിയെ അടുത്തുകൊണ്ടിരുന്നു. വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അലീനയും സ്റ്റാൻലി ജോസഫും തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടാവുകയും അവർ ശരിക്കും ഒരു അച്ഛനെയും മോളെയും പോലെ തന്നെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാനും തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം സ്റ്റാൻലി ജോസഫ് അലീനയും കൂട്ടി അയാളുടെ തോട്ടത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. വീടും വീടിന്റെ പരിസരങ്ങളും തോട്ടവും എല്ലാം അയാൾ കൊണ്ട് നടന്ന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് സ്റ്റാൻലി അലീനയോട് ചോദിക്കുന്നുണ്ട്, മോളെ, നിനക്ക് ഈ വീടും പരിസരവും ഒക്കെ ഇഷ്ടമായോ? ഇവിടെ അടുത്തെങ്ങും അങ്ങനെ വീടുകളൊന്നുമില്ല. ഈ വീടിന് ചുറ്റും തോട്ടം മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് ആരും അങ്ങനെ അധികം വരാറുമില്ല. അതുകൊണ്ട് തന്നെ മോക്ക് ഇവിടവുമായിട്ട് ഒന്ന് ഇണങ്ങി വരാൻ കുറച്ചധികം സമയം ആയേക്കും എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല അച്ഛാ, ഞാനിപ്പോൾ ഓക്കെയാണ്. ആദ്യമൊക്കെ എനിക്ക് ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ ഈ വീടുമായിട്ടും ഈ വീട്ടിലുള്ളവരുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ തുടങ്ങി. ഇപ്പൊ എനിക്കിവിടെ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പറയത്തൊക്കെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അലീനയുടെ മറുപടി കേട്ട് സ്റ്റാൻലി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ അലീന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതാണ് കറക്റ്റ് സമയം. ഇപ്പൊ അച്ഛന്റെ മുഖത്ത് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. അച്ഛന്റെ ഭാര്യ മക്കളെയും കുറിച്ച് ചോദിക്കാൻ ഇതായിരിക്കും നല്ല സമയം എന്ന് കരുതിയിട്ട് തന്നെ അലീന സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വന്നപ്പോൾ മുതൽ വിചാരിക്കുന്നുണ്ട്. അതിന് പറ്റിയ ഒരു അവസരം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് അച്ഛൻ വേറൊന്നും വിചാരിക്കരുത്. അച്ഛന്റെ ഭാര്യ മക്കളും എന്താ ഇവിടെ ഇല്ലാത്തത്? അവര് മാറി താമസിക്കുന്ന എന്താ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ അലീന. അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, മോളെ, അതൊന്നും ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്റെ മക്കൾ എന്നെ അച്ഛ എന്നല്ല വിളിക്കുന്നത്, പപ്പ എന്നാ വിളിക്കുന്നത്. പപ്പാന്ന് വിളിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. അതുകൊണ്ട് ഇന്ന് മുതല് മോൾ എന്നെ പപ്പാന്ന് വിളിച്ചാൽ മതിയെന്ന് അലീനയോട് പറയുകയാണ് സ്റ്റാൻലി. അപ്പൊ അലീന പറയുന്നുണ്ട്, അയ്യോ, അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല. പപ്പാന്ന് വിളിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ? തന്നെയുമല്ല, ഒരിക്കൽ പപ്പാന്ന് വിളിച്ചാൽ പിന്നെ ഞാനത് മാറ്റി വിളിക്കത്തൊന്നുമില്ല. മനസ്സിൽ അങ്ങനെ പതിഞ്ഞു പോയാൽ പിന്നെ ഇപ്പോഴും നാവിൽ അങ്ങനെ വരുള്ളൂ. ആരുടെങ്കിലും മുമ്പിൽ വെച്ച് ഞാൻ അറിയാതെ പപ്പാന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേറൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടെന്നൊക്കെ അലീന പറയുകയാണ്. അപ്പോഴാണ് സ്റ്റാൻലി ഓർക്കുന്നത്, അലീന പറഞ്ഞത് ശരിയാണല്ലോ. ഇതുവരെ എനിക്കല്ലാതെ മറ്റാർക്കും തന്നെ ഇവൾ എന്റെ സ്വന്തം മോളാണെന്നുള്ള കാര്യം അറിയില്ല. ആരോടും പറഞ്ഞിട്ടുമില്ല. അലീന എന്നെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി പപ്പാന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്നവര് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്ത് അലീനയുടെ ചോദ്യത്തിന് സ്റ്റാൻലിക്ക് മറുപടി കൊടുക്കാൻ പറ്റാതെ പോവുകയാണ് കേട്ടോ. പപ്പാന്ന് വിളിക്കണോ വേണ്ടേന്നൊക്കെ പറയാൻ തന്നെ സ്റ്റാൻലി വളരെ ബുദ്ധിമുട്ടെന്ന് കണ്ട് അലീന പറയുന്നുണ്ട്, സാരമില്ല, അച്ഛൻ ഇതോർത്ത് വിഷമിക്കണ്ട. ഞാൻ കാരണം അച്ഛന് ഒരു നാണക്കേടും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അലീന. അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, വേണ്ട മോളെ, നീ എന്നെ അച്ഛാന്ന് വിളിക്കണ്ട, പപ്പാന്ന് തന്നെ വിളിച്ചാൽ മതി. ഇനി നീ എന്നെ അങ്ങനെ മാത്രം വിളിച്ചാൽ മതി. അപ്പൊ അലീന ഒരു അമ്പരപ്പോടെ തന്നെ സ്റ്റാൻലിയെ നോക്കുന്നുണ്ട്. സ്റ്റാൻലിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മറുപടി ഉണ്ടാകുന്ന അലീനയെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. തന്റെ സ്വന്തം അച്ഛൻ തന്നെ ഒരു മകളായിട്ട് അംഗീകരിച്ചു എന്ന് അലീനയ്ക്ക് ആ നിമിഷം തോന്നുകയും അലീനയുടെ കണ്ണുകൾ നിറയുകയും ചെയ്യുകയാട്ടോ. അലീനയ്ക്ക് തന്റെ സ്വന്തം അച്ഛനായ സ്റ്റാൻലിയെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നതും അലീന കണ്ണ് തുടയ്ക്കുന്നതൊക്കെ കാണുമ്പോഴേക്കും സ്റ്റാൻലിക്കും ഒരുപാട് വിഷമാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞ സ്റ്റാൻലിക്കും നല്ല സങ്കടമാവുന്നുണ്ടെങ്കിലും സ്റ്റാൻലി ആ ഒരു വിഷമം അലീനയുടെ മുമ്പിൽ നിന്ന് കാണിക്കുന്നില്ലെന്ന് മാത്രം. അതിനുശേഷം സ്റ്റാൻലി അലീനയും കൂട്ടി വീട്ടിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. ഇതേ സമയത്ത് അലീന തറവാട്ടിൽ എത്തിയ വിവരങ്ങളൊക്കെ അവതക്കുട്ടിച്ചായനെ അറിയുന്നുണ്ട് കേട്ടോ.
അവതക്കുട്ടിച്ചായൻ സ്റ്റാലിയെ വിളിക്കുന്നുണ്ട്. ഹലോ അപ്പച്ച, എന്താ അപ്പച്ച വിളിച്ചത് എന്നിങ്ങനെ സ്റ്റാലിൻ ചോദിക്കുമ്പോഴേക്കും, എടാ നീ ഇത് എന്താ ഉദ്ദേശിച്ചാ? ആ പെങ്കൊച്ചിനെ നീ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചെന്നൊക്കെയുള്ളത് ഞാൻ അറിഞ്ഞല്ലോ. നീ ഇത് എന്ത് ഭാവിച്ചാ ലാലിച്ച എന്നിങ്ങനെ അവതക്കുട്ടിച്ചായൻ ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അത് പിന്നെ അപ്പച്ച, എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. നീ എന്നോട് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പോവാന്ന് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ ലാലിച്ച. ഞാൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ അപ്പച്ചനോട് നേരത്തെ അതേപ്പറ്റി സൂചിപ്പിച്ചതല്ലേ. അവൾ എനിക്കുണ്ടായ മകളാണ്. അവളെ ഞാൻ എന്തിനാണ് അപ്പച്ച ഉപേക്ഷിക്കുന്നത്? തന്നെയുമല്ല, അവളെ കണ്ട അപ്പച്ചന് പോലും അവളെ തള്ളിക്കളയാൻ തോന്നില്ല. അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ അമ്മച്ചിനെ ഓർമ്മ വരുന്നത്. നമ്മുടെ അമ്മച്ചിയുടെ അതേ രൂപം, നമ്മുടെ അമ്മച്ചിയുടെ അതേ ചായ അവക്ക്. പിന്നെ ഞാൻ എങ്ങനെ അവളെ തള്ളിക്കളയും അപ്പച്ച? എനിക്കതിന് കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, എന്നാലും നീ ഇത്ര വലിയ ബുദ്ധിമോശം കാണിക്കണ്ടായിരുന്നു ലാലിച്ച. അവളെ അവിടെ കയറ്റി താമസിപ്പിച്ച ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത് നിനക്കറിയാമല്ലോ. നമ്മുടെ കുടുംബ മാനം തന്നെ കപ്പൽ കയറും. പിന്നെ നിന്റെ ഭാര്യയും മക്കളും അതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ തന്നെ നീയും അവരും തമ്മിൽ ചെറിയ കശപിശയൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ മാറി താമസിക്കുന്ന തന്നെ. ഇതിപ്പോ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു മകള് നിനക്ക് ഉണ്ടായെന്നറിയുമ്പോ പിന്നെ ഇത് എവിടെ ചെന്നും അവസാനിക്കില്ല ലാലിച്ച. നീ ഇങ്ങനെ മുന്നും പിന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ച, എനിക്കിപ്പോ ഒന്നും പറയാനില്ല. അന്ന് അവിടെ പോയി അവളെ കണ്ടപ്പോ എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. പിന്നെ അവളുടെ സ്വന്തം അച്ഛനല്ലേ ഞാൻ. അവളെ ഏറ്റെടുക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായും അതൊക്കെ ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയായി തന്നെ ഇരിക്കുന്നത്. എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെയൊക്കെ ഫേസ് ചെയ്യണം. അതല്ലാതെ ഇനിയും അവളെ ഇട്ട് കഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. കഴിഞ്ഞ 22 വർഷം ഒരു ഓർഫണേജില് അനാഥയെ പോലെ എന്റെ മോള് വളർന്നത്. ഇനിയും അവളെ അങ്ങനെ അനാഥത്വത്തിലേക്ക് തള്ളിവിടാൻ എനിക്കാവില്ല എന്നൊക്കെ ലാലിച്ചൻ പറയുന്നുണ്ട് കേട്ടോ. എന്നാ ലാലിച്ചന്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അവതക്കുട്ടിച്ചായന് നല്ല ദേഷ്യമാണ് വരുന്നത്. അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, എടാ സ്റ്റാൻലി, നീ പറയുന്നൊക്കെ ശരിയാണ്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഒരു 10ഓ 20ഓ വേണമെങ്കിൽ ഒരു 30ഓ ഒക്കെ കൊടുത്ത് അതിനെ അങ്ങ് ഒതുക്കാവുന്ന. അതിനെ നീ ഉപേക്ഷിക്കുകയോ തള്ളിക്കളയോ ഒന്നും ചെയ്യണ്ട. അതിനെ സേഫ് ആക്കി നമുക്ക് വേറെ എവിടെയെങ്കിലും താമസിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. ഇതിപ്പോ ഒന്നും അല്ലാത്ത രീതിയിൽ നീ അതിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച നാട്ടുകാരെന്നാ പറയൂടാ. എന്നിട്ട് നീ അതിനെക്കുറിച്ച് വേറൊന്നും സംസാരിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാതെ ഇങ്ങനെ ഒരു എടുത്തുചാട്ടം കാണിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്നതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. ഇതിന്റെ വരും വരാഴികളൊക്കെ ഞാൻ അവിടെ വന്നതിന് ശേഷം നിനക്ക് വിശദമായി പറഞ്ഞു തരാം എന്നും പറഞ്ഞ് സ്റ്റാൻലിയുടെ അപ്പച്ചൻ അവതക്കുട്ടിച്ചായൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. അവതക്കുട്ടിച്ചായൻ ഫോൺ വെച്ചതിന് ശേഷവും സ്റ്റാൻലി ജോസഫ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ അപ്പച്ചനല്ല ആര് വന്ന് പറഞ്ഞാലും അലീനിയെ ഉപേക്ഷിക്കാനോ വേറെ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കാനോ സ്റ്റാൻലി ജോസഫ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഉച്ചയോടുകൂടി തന്നെ അവതക്കുട്ടിച്ചായൻ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഭയങ്കര ഗൗരവത്തിൽ തന്നെയാണ് അപ്പച്ചൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. കാരണം ഇത്രയും വലിയൊരു സീരിയസ് മാറ്റർ അല്ലേ അവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഇച്ചിരി കാര്യമായിട്ട് തന്നെ കണ്ടിരിക്കുകയാണ് അവതക്കുട്ടിച്ചായൻ. അവതക്കുട്ടിച്ചായന് മാത്രമല്ല, അനിയന്മാർക്കും അവരുടെ കുടുംബക്കാർക്കും ഒക്കെ ഒരു പേരുദോഷം കേൾക്കാൻ ഈ ഒരു സംഭവം മാത്രം മതി എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് അയാൾ ഇത്ര ഗൗരവത്തോടെ ഇതിനെ കാണുന്നതും. അവതക്കുട്ടിച്ചായൻ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ ആന്റപ്പൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആന്റപ്പൻ എന്നിട്ട് അവതക്കുട്ടിച്ചായനെ സ്വീകരിക്കുകയാണ് കേട്ടോ. ആ, അപ്പച്ചൻ ഇത്ര പെട്ടെന്ന് എത്തിയോ? ഇപ്പൊ കേണൽ സാർ പറഞ്ഞതേ ഉള്ളൂ അപ്പച്ചൻ ഇപ്പൊ തന്നെ ഇങ്ങനെ എത്തുമെന്ന്. ആ, വരുന്ന വഴിക്ക് ചെറിയൊരു ബ്ലോക്ക്. ആട്ടെ, എവിടെയാ ലാലിച്ചൻ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും കേണൽ സാർ അകത്തുണ്ട് അപ്പച്ച എന്ന് പറയുകയാണ് കേട്ടോ ആന്റപ്പൻ. അവൻ വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, കേണൽ സാർ ഫുൾ ടൈം അതിന് തന്നെയല്ലേ എന്ന് പറയുകയാണ് കേട്ടോ ആന്റപ്പൻ. അങ്ങനെ അവതക്കുട്ടിച്ചായൻ വടിയും കുത്തിപ്പിടിച്ച് തന്നെ അകത്തേക്ക് കയറി പോവുകയാണ്. അവതക്കുട്ടിച്ചായൻ സ്റ്റാൻലിയെ ലക്ഷ്യമാക്കി ഉടനെ തന്നെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവതക്കുട്ടിച്ചായൻ കാണുന്നത് സ്റ്റാൻലി ഇരുന്ന് മദ്യപിക്കുന്നത് തന്നെയാണ്. അവതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ലാലിച്ച ഇത്? നീ രാവിലെ തന്നെ നല്ല ഫിറ്റാണല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, എത്ര അടിച്ചാലും ഞാൻ കട്ടയ്ക്ക് തന്നെ നിൽക്കുമെന്നുള്ളത് അപ്പച്ചൻ അറിയാവല്ലോ. പിന്നെ അപ്പച്ചൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ നേരത്തെ തന്നെ കുപ്പി പൊട്ടിച്ചത്. അപ്പച്ചൻ ഒരു ഗ്ലാസ് ഒഴിക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഏയ് എനിക്കിപ്പോ വേണ്ട. ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് ഇത്ര ധൃതി പിടിച്ചു വന്നത് നിന്നോട് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനാ. ആട്ടെ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ ലാലിച്ച? നീ എന്തിനാ ആ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത്? അല്ല, ഇത് നിന്റെ ഭാര്യ മക്കൾ പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ലാലിച്ച, ഞാനൊരു കാര്യം പറയാം. നിനക്കിപ്പോ ഒരു ഭാര്യയും 3 മക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു കുടുംബമുണ്ട്. അവരെ മറന്നുകൊണ്ട് നീ ഇതുപോലുള്ള ബുദ്ധിമോശം ഒന്നും കാണിക്കരുത്. അവരിതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനമായിട്ടാണ് വന്നേക്കുന്നത്, അത് നീ അനുസരിക്കണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും
ലാലിച്ചൻ ഭയങ്കര ഗൗരവത്തോടെ തന്നെ അപ്പച്ചനെ നോക്കുകയാണ് കേട്ടോ. എന്ത് തീരുമാനമായിട്ടാ അപ്പച്ചൻ വന്നതെന്നൊക്കെ അറിയാനായിട്ട് ലാലിച്ചന് ഒരു ആകാംക്ഷ ആവുന്നുണ്ട്. അല്ല അപ്പച്ച, എന്താ അപ്പച്ചൻ തീരുമാനിച്ചത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്, നീ എന്റെ കൂടെ അവളെ പൂനെയിലേക്ക് അയച്ചേരെ. അവിടെ ആവുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലല്ലോ. അവളെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ നിന്റെ അമ്മച്ചി ചിന്നമ്മയുടെ ബന്ധത്തിലുള്ള ഒരാളുടെ മകളാണെന്ന് ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ സഹായത്തിന് നാട്ടിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞോളാം. പിന്നീട് സാവകാശം അവൾക്ക് വേണ്ടതെല്ലാം തരപ്പെടുത്തി കൊടുത്ത് അവളെ നമുക്ക് വേറെ എവിടെയെങ്കിലും സേഫ് ആക്കി നിർത്താം എന്നിങ്ങനെ അവതക്കുട്ടിച്ചായൻ പറയുകയാണ്. അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചൻ ഈ പറയുന്ന ഒന്നും നടക്കുകയില്ല. അവളെ അങ്ങനെ നാട് കടത്താനല്ലല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പച്ചൻ അറിയാവല്ലോ എന്റെ പഴയകാല കഥകളൊക്കെ. ആഗ്ര കോൺവെന്റിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പച്ചൻ. എന്നിട്ടും അപ്പച്ചൻ എന്റെ ഫീലിങ്സ് മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിക്കരുത്. 23 വർഷം മുമ്പ് എനിക്കുണ്ടായ എന്റെ സ്വന്തം ചോരയാവള്. 22 വർഷക്കാലം ഒരു അനാഥയെ പോലെ അവൾ അനാഥാലയത്തിലാണ് ജീവിച്ചത്. ഇനിയും എന്റെ മോളെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ എനിക്ക് ആവില്ല അപ്പച്ച. അവള് നമ്മൾ വിചാരിക്കും പോലെ അത്ര കുഴപ്പക്കാരിയൊന്നും അല്ല. എല്ലാം കാണാനും കേൾക്കാനും കാര്യങ്ങളെ മനസ്സിലാക്കാനും പക്വതയോടെ പെരുമാറാനും ഒക്കെ കഴിവുള്ള ഒരു ബോൾഡായ പെൺകുട്ടിയാ അവള്. അവളെ ഓർത്ത് എനിക്ക് അഭിമാനമേ ഉള്ളൂ. അവളെ എന്റെ മോളായി അംഗീകരിച്ച് എന്റെ കൂടെ നിർത്താൻ തന്നെയാ എന്റെ മനസ്സിലുള്ള പ്ലാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവതക്കുട്ടിച്ചായൻ ഭയങ്കര ദേഷ്യത്തോടെ തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചൻ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ആദ്യം അപ്പച്ചൻ അവളെ ഒന്ന് കണ്ടു നോക്ക്. അവളെ കാണുമ്പോൾ തന്നെ അപ്പച്ചൻ ഇഷ്ടപ്പെടും. അവളെ കാണുമ്പോൾ തന്നെ അവളോട് ഒരു കരുണയും അലിയും ഒക്കെ അപ്പച്ചന് തോന്നും എന്നിങ്ങനെ പറയുമ്പോഴേക്കും എന്നിട്ട് എവിടെ അവൾ ഇങ്ങോട്ടേക്ക് വിളിക്ക്, ഞാനൊന്ന് കാണട്ടെ എന്നിങ്ങനെ പറയുകയാണ് അവതക്കുട്ടിച്ചായൻ. അപ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അവള് മോളിൽ അവളുടെ റൂമിലുണ്ട്. ആ എന്നാ ഞാൻ അവളെ ഒന്ന് പോയി കണ്ടേച്ചു വരാം. അവളുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അവളുടെ ഉദ്ദേശം എന്താന്നൊക്കെയുള്ളതൊന്ന് അറിയണമല്ലോ. ഞാൻ അവളെ കണ്ടേച്ചു വരാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവതക്കുട്ടിച്ചായൻ അങ്ങോട്ടേക്ക് കയറി പോവുകയാണ്. അപ്പൊ ലാലിച്ചനും ചെറിയൊരു പേടിയുണ്ട്. അപ്പച്ചനെ അവളോട് എന്തെങ്കിലും കയർത്ത് സംസാരിക്കുവോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെയാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള രീതിയിൽ സംസാരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി ഉള്ളതുകൊണ്ട് തന്നെ അവതക്കുട്ടിച്ചായന്റെ പുറകെ തന്നെ സ്റ്റാൻലിയും അലീനയുള്ള റൂമിലേക്ക് പോവുകയാണ്. അവിടെ ഉള്ളതിലും ഏറ്റവും നല്ല മുറിയും എല്ലാ സൗകര്യമുള്ളൊരു മുറി തന്നെയാണ് സ്റ്റാൻലി അലീനയ്ക്കാൻ നൽകിയത്. അലീനയ്ക്ക് വേണ്ടി സ്റ്റാൻലി അവിടെ വരുത്തിയ മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് അവതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഇതൊക്കെ? അവർക്ക് വേണ്ടി നീ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തോ? നിന്റെ ഭാര്യ മക്കളും ഇവിടെ ഉള്ളപ്പോൾ പോലും നീ അവർക്ക് വേണ്ടി ഇങ്ങനൊന്നും ചെയ്തായിട്ട് ഞാൻ ഓർക്കുന്നില്ല. നിനക്ക് ഇവളെ കണ്ടപ്പോൾ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെയാണ് ചെല്ലുന്നത്. അപ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ച, അത് അപ്പച്ചന് വെറുതെ തോന്നുന്നതാണ്. എന്റെ മക്കളെ പോലെ തന്നെയാണ് ഞാൻ അലീനയും കണ്ടിട്ടുള്ളത്. എന്റെ മക്കൾ ഇവിടെ എല്ലാ സുഖവും സൗകര്യങ്ങളും അനുഭവിച്ചല്ലേ അപ്പച്ച വളർന്നത്. എന്നാ അലീന അങ്ങനെയാണോ? 23 വർഷം ആരോരുമില്ലാതെ അനാഥയെ പോലെ ഒരു സുഖവും സൗകര്യവും ഇല്ലാതെയല്ലേ ജീവിച്ചത്. അവക്ക് വേണ്ടി ഇനിയെങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടേ അപ്പച്ച എന്നിങ്ങനെ സ്റ്റാൻലി ചോദിക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ തന്നെ അവതക്കുട്ടിച്ചായൻ അവളുടെ റൂമിലേക്ക് കയറി പോവുകയാണ്. ഈ സമയം അലീന കൊളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരികയായിരിക്കും. അലീന ഇറങ്ങി അങ്ങോട്ടേക്ക് വരുന്ന കാണുമ്പോഴേക്കും അവതക്കുട്ടിച്ചായനും അതുപോലെ സ്റ്റാൻലി ജോസഫും അലീനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവതക്കുട്ടിച്ചായന് അലീനയെ കണ്ടിട്ട് അലീനയുടെ മുഖത്തൊന്ന് കണ്ണെടുക്കാൻ പോലും തോന്നുന്നില്ല. അലീനയെ കണ്ട നിമിഷം തന്നെ അയാൾക്ക് അയാളുടെ ഭാര്യയായ ചിന്നമ്മയെ ഓർമ്മ വരികയാണ്. അപ്പച്ചൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്, സ്റ്റാൻലി പറഞ്ഞത് എത്ര ശരിയാണ്. എന്റെ ചിന്നമ്മയുടെ അതേ മുഖച്ചായാണല്ലോ ഇവക്കും. ഒരു നിമിഷം അവതക്കുട്ടിച്ചായൻ തന്റെ എല്ലാമായ ചിന്നമ്മയെ ഓർത്തു പോവുകയാണ്. അലീനയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ അലീനയെ തന്നെ നോക്കി നിൽക്കുന്ന അവതക്കുട്ടിച്ചായനോട് സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ച, ഇവളാണ് അലീന, ഇതാണ് എന്റെ മകൾ എന്നിങ്ങനെ പറയുന്നതോടൊപ്പം തന്നെ അലീനയോടും പറയുന്നുണ്ട്, അലീന, ഇതാണ് എന്റെ അപ്പച്ചൻ അവതക്കുട്ടിച്ചായൻ. നിന്നെ കാണാൻ വേണ്ടിയാ അപ്പച്ചൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അലീന ഉടനെ തന്നെ അപ്പച്ചന് നേരെ കൈകൂപ്പി നമസ്കാരം എന്ന് പറയുകയാണ്. അലീന ചോദിക്കുന്നുണ്ട്, എന്നെ കാണാനാണോ വന്നത്? ആട്ടെ, അപ്പച്ചന്റെ പേരെന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഒന്നും മിണ്ടാതെ അലീനയെ തന്നെ നോക്കി നിൽക്കുകയാണ് അവതക്കുട്ടി. അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, കൊട്ടാരമറ്റത്തിൽ അവതക്കുട്ടി. അപ്പച്ചൻ അലീനയെ കണ്ട ഷോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചനോട്, അലീനയെ കാണുമ്പോൾ തന്നെ അപ്പച്ചൻ ഇഷ്ടപ്പെടുമെന്ന്. ഇപ്പൊ അപ്പച്ചന് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? എന്തായാലും നിങ്ങളൊന്ന് സംസാരിക്കുക, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് സ്റ്റാൻലി പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവതക്കുട്ടി അലീനയോട് ചോദിക്കുന്നുണ്ട്, മോളെ, നിനക്ക് സുഖം തന്നെയല്ലേ? മോളെ, നീ ഇത്രയും നാളും ആ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലായിരുന്നോ? അവിടെ നിനക്ക് സുഖമായിരുന്നോ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതെ വല്യപ്പച്ച, എനിക്ക് അവിടെ നല്ല സുഖമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വീട്ടുജോലിക്ക് ചെന്നത് അവിടെയാണ്. 22 വർഷമായിട്ട് ഞാൻ ഒരു ഓർഫനേജിലാണ് വളർന്നത്. അവിടുന്ന് പിന്നീട് ഞാൻ ബാലചന്ദ്രൻ സാറിന്റെ വീട്ടിൽ വന്നു. ബാലചന്ദ്രൻ സാറാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവതക്കുട്ടി ഒന്നും മിണ്ടാതെ ഇങ്ങനെ അലീനയെ തന്നെ നോക്കി നിൽക്കുകയാണ്.
ഞാൻ നിന്ന് അവൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവതക്കുട്ടിച്ചായൻ അലീനയുടെ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ആൻ്റപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം അലീന ഓർക്കുകയാണ് കേട്ടോ. കേണൽ സാറിൻ്റെ അപ്പൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മിക്കവാറും കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് പോകാനായിട്ട് പെട്ടിയും ബായും ഒക്കെ എടുത്ത് റെഡിയായി ഇരിക്കാനാണ് പറഞ്ഞത്. ആളിച്ചിരി ഗൗരവക്കാരനാണെന്നും കേണൽ സാറ് അപ്പച്ചൻ പറഞ്ഞ അനുസരിക്കുന്നൊക്കെയാണ് ആൻ്റപ്പം പറഞ്ഞു വെച്ചിരുന്നത്. എന്നാൽ അലീനയ്ക്ക് അവതക്കുട്ടിയോട് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു അഭിപ്രായം തോന്നിയില്ല. കാരണം അവതക്കുട്ടിക്ക് അലീനയെ കണ്ടപ്പോൾ തന്നെ ചിന്നമ്മയുടെ മുഖച്ചായ ഉള്ളതുകൊണ്ട് അലീനയോട് ഒരു പ്രത്യേക അനുകമ്പയും സ്നേഹവും തോന്നുകയാണ്. അലീനയെ പറഞ്ഞു വിടുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് തന്നെയാണ് അവതക്കുട്ടി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ അലീനയെ കണ്ടപാടെ ആ ഒരു തീരുമാനത്തിൽ ഒരു മാറ്റം വരികയാണ്. തന്നെയുമല്ല, അലീനയുടെ ആ ഒരു സംസാരത്തിലും പെരുമാറ്റത്തിലും ഭാവത്തിലും ആ നോട്ടത്തിലും ഒന്നും ഒരു അഹങ്കാരമുള്ളതായിട്ടോ അല്ലെങ്കിൽ തൻ്റെ ഇടമുള്ള ഒരു സ്വഭാവക്കാരിയാണെന്നോ ഒന്നും തന്നെ തോന്നിയില്ല. അതുകൊണ്ട് അലീനയോട് ഒരുപാട് സ്നേഹം തോന്നുകയാണ് അവതക്കുട്ടിച്ചായന്. ഇപ്പം അലീനയെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ അവതക്കുട്ടിച്ചായന് പോലും ഒരു മനസ്സ് അനുവദിക്കുന്നില്ല. എന്നിട്ട് സ്റ്റാലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അവളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ അവളെ കണ്ടപാടെ എനിക്ക് മരിച്ചുപോയ ചിന്നമ്മയെ ഓർമ്മ വന്നത്, നിന്റെ അമ്മച്ചിയെ. അവളെ കണ്ടപാടെ അവളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ഒരേ മുഖച്ചായ. പിന്നെ അവളുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അവളോട് അനുകമ്പയും സ്നേഹവുമാണ് തോന്നിയത്. അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞാനും ഇപ്പം ആഗ്രഹിക്കുന്നില്ല മോനെ എന്നിങ്ങനെ അവതക്കുട്ടിച്ചായൻ പറയുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അതെ അപ്പച്ച, എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. അവൾ ആദ്യം കണ്ട നിമിഷം തന്നെ എനിക്ക് എൻ്റെ അമ്മച്ചിയാ ഓർമ്മ വന്നത്. പക്ഷേ ഇതിൻ്റെ വരും വരാഴികളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയവും തോന്നുന്നുണ്ട് മോനെ എന്നിങ്ങനെ അവതക്കുട്ടിച്ചായൻ പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചൻ അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇതിൻ്റെ പേരിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും അതൊക്കെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാന്ന് പറയുകയാണ് സ്റ്റാൻലി. അവതക്കുട്ടി പറയുന്നുണ്ട്, അതേ മോനെ, നിന്റെ അമ്മച്ചി ഒരു പാവമായിരുന്നു. ഇവളെ കാണുമ്പോൾ എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ഈ കുട്ടി ഒരു പഞ്ചപാവമാണെന്ന് തോന്നുന്നു. അതിനോട് ഗൗരവത്തിൽ സംസാരിക്കാനോ ദേഷ്യപ്പെടാനോ അതിനെ ഇവിടുന്ന് പറഞ്ഞു വിടാനോ ഒന്നും നമുക്ക് തോന്നുകയില്ല. അത് നീ പറഞ്ഞത് സത്യമാ. ഇപ്പോഴേ എനിക്കത് മനസ്സിലായെന്നൊക്കെ അവതക്കുട്ടി ഇങ്ങനെ പറയാട്ടോ. അതോടൊപ്പം തന്നെ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ അവതക്കുട്ടിയും ആകെ വിഷമിച്ചവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോ ഇത് ഇവന്റെ ഭാര്യ മക്കളും അറിഞ്ഞാലുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ. അത് തന്നെയുമല്ല, ഇത്ര നാളും കാത്തു സൂക്ഷിച്ചു പൊക്കോണ്ടിരുന്ന ആ ഒരു അഭിമാനവും അന്തസ്സും എല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണല്ലോ തകരാൻ പോകുന്നത്. തൻ്റെ അനിയന്മാരുടെ ജീവിതത്തിലും അതൊരു ബാധിപ്പുണ്ടാക്കുന്നൊക്കെ അവതക്കുട്ടിക്ക് നന്നായി അറിയാം. എന്നാലും ഇതിനൊരു പോംവഴി കാണാൻ കഴിയാതെ അവതക്കുട്ടിച്ചായൻ ഇപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥയോടെ തന്നെയാണ് സ്റ്റാൻലിയുടെ മുന്നിൽ ഇരിക്കുന്നതും. അധികം വൈകാതെ തന്നെ അലീന സ്റ്റാൻലിയുടെയും അതുപോലെ അവതക്കുട്ടിച്ചായന്റെയും അടുത്തേക്ക് വരിക കേട്ടോ. ആ സമയത്ത് ഇവരുടെ സംസാരങ്ങളൊക്കെ കേട്ട് അലീനയ്ക്കും സങ്കടമാകുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു അപ്പച്ച. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഇവിടുന്ന് പോകാൻ റെഡിയായി തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു ജോലി റെഡിയാക്കി തന്നാൽ മതി. ഞാൻ അങ്ങോട്ടേക്ക് പൊയ്ക്കോളാം. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ തന്നെ അലീന പറയുമ്പോഴേക്കും അവതക്കുട്ടിച്ചായനും അതുപോലെ ലാലിച്ചനും ഒക്കെ സങ്കടത്തോടെ തന്നെ അലീനയെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അവതക്കുട്ടി പറയുന്നുണ്ട്, മോളെ അലീന, നീ അങ്ങനൊന്നും പറയണ്ട. ഇവിടെ വരുന്നവരെ ഞാൻ നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു വന്നത്. ഇവിടെ വന്ന് ലാലിച്ചനോട് രണ്ട് സംസാരിച്ചിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി മോളെ. നിന്നെ കണ്ടപാടെ മരിച്ചുപോയ എൻ്റെ ഭാര്യേനെ എനിക്ക് ഓർമ്മ വന്നത്. ഇവന്റെ അമ്മച്ചിയുടെ അതേ മുഖച്ചായ തന്നെയാണ് നിനക്കും. അതേ സ്വഭാവവും അതേ പ്രകൃതവും ഒക്കെ തന്നെയാണ് നിനക്ക്. നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എനിക്കാവില്ല മോളെ. എൻ്റെ ലാലിച്ചൻ്റെ ചോരയാ നീ. നിന്നെ ഇവിടുന്ന് ഞാൻ എങ്ങോട്ടേക്കും പറഞ്ഞു വിടുന്നില്ല. ഇനി എൻ്റെ ലാലിച്ചൻ്റെ മോളായിട്ട് നീ ഇവിടെ തന്നെ ജീവിക്കണം. ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇതിന്റെ പേരിൽ എന്ത് നേരിടേണ്ടി വന്നാലും അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അല്ലെങ്കിൽ തന്നെ മോളോട് ചെയ്തത് ഏറ്റവും വലിയ ദ്രോഹമായിപ്പോയി മോളെ. ഇത്രയും നാളും ആരോരുമില്ലാതെ ഒരനാഥയെ പോലെയല്ലേ മോള് ജീവിച്ചത്. ഇനിയെങ്കിലും മോള് കൊട്ടാരം മറ്റത്തിൽ സ്റ്റാൻലിയുടെ മകളെ അന്തസ്സായിട്ട് തന്നെ ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവതക്കുട്ടിച്ചായൻ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, വേണ്ടപ്പച്ച, എനിക്ക് അതിനോടൊന്നും ഒരാഗ്രഹവും ഇല്ല. ഞാൻ ഇത്രയും നാളും ജീവിച്ച പോലെ തന്നെ ഇനി അങ്ങോട്ടേക്കും ജീവിച്ചോളാം. ഞാൻ കാരണം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകരുത്. തന്നെയുമല്ല, പപ്പയ്ക്ക് എൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഭാര്യയും മക്കളും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാനിവിടെ നിൽക്കുന്നത് അവരുടെ അഭിമാനത്തെയും ചോദ്യം ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല അപ്പച്ച. ഞാൻ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ലാലിച്ചൻ പറയുന്നുണ്ട്, ഇല്ല, നിന്നെ അങ്ങനെ ഞാൻ എങ്ങോട്ടേക്കും പറഞ്ഞു വിടില്ല. അത് ഞാൻ ബാലചന്ദ്രന് കൊടുത്ത വാക്കാണ്. അയാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം അയാൾ നിനക്ക് അവിടെ വെച്ച് നൽകിയ എല്ലാ അംഗീകാരങ്ങളും സുഖവും സൗകര്യവും സ്വന്തം അച്ഛൻ എന്ന നിലയ്ക്ക് ഞാൻ നിനക്ക് നൽകേണ്ടതാണ് മോളെ. അതെന്റെ കടമയാണ് മോളെ. അതുകൊണ്ട് മോളെ ഞാൻ എങ്ങോട്ടേക്കും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയുള്ള കാലം മോളുടെ അഡ്രസ്സ് അതായിരിക്കും, കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി ജോസഫിന്റെ മകൾ അലീന. അങ്ങനെ വേണം മോളിനെ അറിയപ്പെടാൻ എന്നൊക്കെ ഇങ്ങനെ ലാലിച്ചൻ പറയുമ്പോഴേക്കും അലീനയ്ക്ക് ഒരുപാട് സങ്കടം വരികയാണ് കേട്ടോ. അലീനയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്.
ഇത്രയും നാളും നിനക്ക് തരാൻ പറ്റാതെ പോയ എല്ലാം ഇനി അങ്ങോട്ടേക്ക് നിനക്ക് നൽകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ സ്റ്റാൻലി പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി അലീനയെ ചേർത്ത് പിടിച്ചോണ്ടാണ് കേട്ടോ ഇത് പറയുന്നത്. അത് കാണുമ്പം അവതക്കുട്ടിച്ചായന് പോലും സങ്കടം വരികയാണ്. ആ ഒരു അന്തരീക്ഷമൊക്കെ മാറാൻ വേണ്ടി തന്നെ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ആ എന്നാ ശരി, ഇനിയിപ്പം ലാലിച്ചൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്നാ പിന്നെ മോൾ ഒരു കാര്യം ചെയ്, അപ്പച്ചന് പോയി നല്ലൊരു ചായ ഇട്ടോണ്ട് വാ. മോളുടെ കൈ കൊണ്ട് അപ്പച്ചൻ ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ. എന്റെ ചിന്നമ്മയുടെ കൈപ്പുണ്യം നിനക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയണ്ടേ മോളെ. അതുകൊണ്ട് മോള് പോയി അപ്പച്ചന് നല്ലൊരു ചായ എടുത്തോണ്ട് വാ എന്നിങ്ങനെ പറയുകയാണേ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അത് പിന്നെ വല്യപ്പച്ച ഞാനോ, ഞാനിതുവരെ ഇവിടുത്തെ അടുക്കളയിൽ കയറി ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇവിടുത്തെ അടുക്കളയിൽ കയറി ഒന്നും വെച്ച് വിളമ്പാനുള്ള പെർമിഷൻ ഇല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും, ഓ അതൊന്നും മോള് കാര്യമാക്കണ്ട, മോള് പോയി അപ്പച്ചന് നല്ലൊരു ചായ ഇട്ടുകൊണ്ട് വാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന ഒരുപാട് സന്തോഷത്തോടെ തന്നെ കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ. അലീന കിച്ചണിലേക്ക് ചെന്നിട്ട് പൗലോസിന്റെ അടുത്ത് ചായ ഇടാനുള്ള തേയിലയും പഞ്ചസാരയും പാത്രവും പാലും ഒക്കെ അന്വേഷിക്കുമ്പോഴേക്കും പൗലോസിന് തന്നെ ഒരു അതിശയമാവുകയാണേ. പൗലോസ് പറയുന്നുണ്ട്, എടി കൊച്ചേ, നീ അതൊക്കെ അവിടെ വെച്ചേരെ. ആർക്കാ ഇപ്പൊ ചായ? കേണൽ സാറിനാണോ അതോ വല്യപ്പച്ചനോ? ആർക്കാണെങ്കിലും ഞാൻ ചായ ഇട്ട് കൊടുത്തോളാം. നിന്നെ അടുക്കളയിൽ കയറ്റിയായിരുന്ന കേണൽ സാറ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നീ ഇവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാക്കി തരാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അല്ല വല്യപ്പച്ചൻ പറഞ്ഞിട്ട് തന്നെയാ ഞാനിപ്പോൾ കിച്ചണിൽ കയറിയത്. എൻ്റെ കൈ കൊണ്ട് വല്യപ്പച്ചൻ ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും പൗലോസേട്ടൻ എല്ലാ സാധനങ്ങളും എടുത്തു തരികയാണെങ്കിൽ ഞാൻ വല്യപ്പച്ചന് ഒരു ചായ ഇട്ട് കൊടുക്കാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും പൗലോസിന് തന്നെ അത്ഭുതമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കേണൽ സാർ സമ്മതിച്ചു അതിന് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അതേനെ, കേണൽ സാറും കേണൽ സാറിന്റെ അപ്പച്ചനും ഒക്കെ സമ്മതിച്ചിട്ട് തന്നെയാണ് ഞാൻ കിച്ചണിൽ കയറിയെന്ന് പറയുകയാണ് അലീന. അങ്ങനെ അലീന ലാലിച്ചനും അവതക്കുട്ടിച്ചായനും നല്ലൊരു ചായയൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലുന്നുണ്ട്. ആ ചായ കുടിച്ചതിന് ശേഷം അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, നല്ല അസല് ചായ, എൻ്റെ ചിന്നമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ, അതേ രുചി, അതേ കൈപ്പുണ്യ മോളെ നിനക്കും എന്നൊക്കെ പറഞ്ഞ് അലീനെ ഒരുപാട് പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആൻ്റപ്പനും പൗലോസിനും ഒക്കെ അലീനയ്ക്ക് ഇവർ ഇത്രമാത്രം ഫ്രീഡം കൊടുക്കുന്ന എന്താണ് എന്നൊക്കെ ഓർത്ത് ആകെ ഒരു കൺഫ്യൂഷനൊക്കെ ആവുന്നുണ്ട്. എന്തോ ഒരു രഹസ്യം ഇതിന്റെ പിന്നിലുണ്ടെന്നൊക്കെ ഉള്ളത് അവർ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. അവളെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ പറപ്പിക്കുമെന്ന് പറഞ്ഞല്ലയോ കേണൽ സാറിന്റെ അപ്പച്ചൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് അപ്പച്ചനും ഇപ്പൊ കാല് മാറിയോ? ഇവരൊക്കെ ഇത്രമാത്രം ഇവളെ സ്നേഹിക്കാനും കരുതൽ കാണിക്കാനും ഒക്കെ ഇവൾ ആരാ? ഇതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട് പൗലോസെ എന്നിങ്ങനെ ആൻ്റപ്പൻ പറയുമ്പോഴേക്കും, അതെന്തെങ്കിലും ആകട്ടെ, പതിയെ പതിയെ നമുക്ക് ആ കൊച്ചിനോട് തന്നെ ചോദിക്കാം എന്നിങ്ങനെ പറയുകയാണ് പൗലോസ്. എന്തായാലും കേണൽ സാറിന്റെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ആ പെങ്കൊച്ചിന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനേ ഇന്നലെ കേണൽ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേണൽ സാറിന്റെ സ്വഭാവത്തിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന്. എന്തായാലും ഇത് അധിക കാലമൊന്നും ഇങ്ങനെ പോകുകയല്ല പൗലോസെ. ഇനി എന്ത് ഉദ്ദേശത്തിലാണെങ്കിലും ഇതുപോലൊരു പെങ്കൊച്ചനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച കേണൽ സാറിന്റെ ഭാര്യ മക്കളും സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവര് കയറും പൊട്ടിച്ചിങ്ങി വരികയല്ലേ, പിന്നെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് ആൻ്റപ്പനും പൗലോസും കൂടി. അങ്ങനെ ചായയോടെയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവതക്കുട്ടി വീണ്ടും സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി വീണ്ടും വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവതക്കുട്ടി ചായൻ പറയുന്നുണ്ട്, എടാ സ്റ്റാൻലി, നീ ഈ കുപ്പി പകുതി ആക്കിയല്ലോ. ഇത് എന്തൊരു കുടിയാടാവേ ഇത്. ഇനിയിപ്പോ നീ ഈ കുടിയൊക്കെ ഒന്ന് കുറയ്ക്കണം. പ്രായം തികഞ്ഞൊരു പെങ്കൊച്ച് വീട്ടിലുള്ള കാര്യം നിനക്കിനി എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. അതിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയേച്ച് നീ എങ്ങോട്ടും പോകുകയും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റാൻലി ഒരു ചിരിയോടെ തന്നെ അവതക്കുട്ടി ചായനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അല്ലപ്പച്ച, അലീനെ കണ്ടിട്ട് അപ്പച്ചന് ഇപ്പൊ എന്താ തോന്നുന്നത്? അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ അപ്പച്ചന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഇല്ല മോനെ, എന്റെ സകല കണക്കുകൂട്ടലുകളും അവൾ തെറ്റിച്ചു ലാലിച്ച. ഞാൻ കരുതിയ പോലെ ഒന്നും അല്ലടാ അവള്. അവളൊരു മിടുക്കിയ, നീ പറഞ്ഞ പോലെ തന്നെ. അവള് നിന്റെ ജോലിയല്ലേ, പിന്നെ മോശമാവോ എന്ന് ചോദിക്കുകയാണ് അവതക്കുട്ടിച്ചായൻ. അപ്പൊ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ അപ്പച്ചന് ക്ലിയർ ആയോ? ഇപ്പൊ അപ്പച്ചന് സംശയമൊക്കെ മാറിയോ? അവൾ എന്റെ മോള് തന്നെയാ അപ്പച്ച. നിന്റെ അമ്മച്ചി എങ്ങനെയാണോ അതുപോലെ തന്നെയാ അവള്. അതേ രൂപം, അതേ സ്വഭാവം, അതേ അടക്കവും ഒതുക്കവും എല്ലാം ഉണ്ട്. ആ പെങ്കുച്ചിനെ ഇവിടുന്ന് കരയിപ്പിച്ച് ഇറക്കി വിട്ടാ അതിന്റെ പാവം കൂടി ഞാൻ ഏക്കണ്ടേ? എന്തായാലും എനിക്കതിന് കഴിയില്ല എന്നൊക്കെ അവതക്കുട്ടിച്ചായൻ പറയുകയാണ് ലാലിച്ചന്റെ അടുത്ത്. എന്തായാലും കണക്ക് കൂട്ടിയതുപോലൊന്നും അല്ല. എന്റെ കൊച്ചുമോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് നീയും അവളോട് ഇച്ചിരി മയത്തിലൊക്കെ പെരുമാറണം. നിന്റെ എടുത്തയാട്ടവും ദേഷ്യമൊന്നും ആ പെങ്കുച്ചിന്റെ അടുത്ത് കാണിക്കരുത്. അതൊരു പാവമാ. അതൊക്കെ അത്രേ ഉള്ളൂ അപ്പച്ച. അവള് പ്രതീക്ഷിക്കുന്നതിനപ്പുറം അവൾക്ക് നമ്മൾ നല്ല കെയറും സ്നേഹവും കൊടുത്തിരിക്കും എന്നൊക്കെ തന്നെ ലാലിച്ചൻ പറയുന്നുണ്ട്. എന്നിട്ട് ലാലിച്ചൻ ചോദിക്കുന്നുണ്ട്, അല്ല അപ്പച്ചൻ ഇന്ന് തന്നെ തിരിച്ചു പോവുകയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും, അതേടാ മോനെ, ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ ഓർത്തിരിക്കുക. ഒരുപാട് നേരം വൈകിയാൽ പിന്നെ നാളത്തേക്ക് ആക്കണം യാത്ര. അതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങ് പോയേക്കാന്ന് ഓർക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവതക്കുട്ടിച്ചായൻ. അങ്ങനെ അവർ ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അവതക്കുട്ടിയുടെയും ലാലിച്ചന്റെയും കൂടി ഇരുന്നാണ് അലീന ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ആൻ്റപ്പനും പൗലോസിനും ഒക്കെ അതങ്ങോട്ടേക്ക് തീരെ പിടിക്കുന്നുമില്ല. ഇതൊക്കെ കാണുമ്പോൾ അവരുടെ മനസ്സിലെ സംശയങ്ങൾ കൂടിക്കൂടി വരികയാണ്.
ഭക്ഷണം കഴിക്കുന്ന സമയത്തും അലീനയുടെ സംസാരം കേൾക്കാനായി അവധക്കുട്ടിച്ചായൻ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാൻ കേട്ടോ. അലീനയുടെ ആ ഒരു സംസാരവും കുസൃതി നിറഞ്ഞ മറുപടികളൊക്കെ കേൾക്കുമ്പോൾ അവധക്കുട്ടിച്ചായൻ ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം അവധക്കുട്ടിച്ചായൻ പോകാൻ ഇറങ്ങുമ്പോഴേക്കും ലാലിച്ചിനെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ലാലിച്ച, ഇനിയിപ്പോ ഇവിടെ നിന്റെ കൂടെ നിന്റെ മകളായിട്ടല്ലേ ജീവിക്കാൻ പോകുന്നത്? അങ്ങനെയുള്ളപ്പോ നിന്റെ ഭാര്യ മക്കളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുകയല്ലേ? പിന്നീട് അതുപോലെ കേസും വഴക്കും ഒക്കെ ആയാല് അന്നേരം ഇവക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ കരുതി വെക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊന്ന് ആലോചിക്കണം അപ്പച്ച. എന്തായാലും എനിക്കുള്ളതെല്ലാം ഇവക്കും കൂടി അവകാശപ്പെട്ടതാ. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും വീതിക്കാന്നൊക്കെ തന്നെ ലാലിച്ചൻ പറയുമ്പോൾ അവധക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അതേ മോനെ, അങ്ങനെ വേണം നീ ചെയ്യാൻ. ഇവിടെ നീ ഒരു പക്ഷാഭേദം കാണിക്കരുത്. ശരിക്കും പറഞ്ഞ ആ കുഞ്ഞ് 22 വർഷം ആരോരുമില്ലാതെ അനാഥയെ പോലെയല്ലേ ജീവിച്ചത്. ആ കുഞ്ഞിനെ നീ ഇച്ചിരി കാര്യമായിട്ട് തന്നെ നോക്കണം. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നീ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. നിനക്കുള്ളതിലും കുറച്ചധികം ആ കുഞ്ഞിന് കൊടുത്താലും ഒരു കുഴപ്പമില്ല. അതിന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഈ അപ്പച്ചനുണ്ടടാ നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാൻലിക്ക് ഒരു ധൈര്യമൊക്കെ നൽകിയിട്ട് തന്നെയാണ് കേട്ടോ വല്യപ്പച്ചൻ പോകുന്നതും. അങ്ങനെ അലീനയെ വീട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാനായിട്ട് പുറപ്പെട്ടു വന്ന അവധക്കുട്ടിച്ചായൻ പോലും അലീനയുടെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം ഫേസ് ചെയ്യാനും തന്റെ മകളെ ഇനി ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്നും അവർക്ക് വേണ്ടി ഇനിയുള്ള കാലം ജീവിക്കുമെന്നൊക്കെ സ്റ്റാൻലി ജോസഫ് അവധക്കുട്ടിച്ചായന് വാക്കുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തൻ്റെ അപ്പ മകളായിട്ടും വല്യപ്പൻ കൊച്ചുമകളായിട്ടും ഒക്കെ തന്നെ അംഗീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അലീനയും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. താങ്ക്